ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ജൂതരാജ്യത്ത് സംഭവിച്ച മരണനിരക്ക് സംബന്ധിച്ച് ഇസ്രായേൽ മൂടിവെച്ച യാഥാർത്ഥ്യങ്ങൾ ഓരോന്നായി പുറത്തുവരുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ഇറാനിയൻ മാധ്യമമായ തസ്നിം വാർത്താ ഏജൻസിയുടെ ഹീബ്രു വെബ്സൈറ്റ് നടത്തിയ വിശകലന പ്രകാരം അധിനിവേശ പ്രദേശങ്ങളിലെ മരണസംഖ്യ 1280 കടന്നിരിക്കാമെന്നാണ് നിഗമനം. ജെറുസലേം, ടെൽ-അവീവ്, ഹൈഫ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ ശ്മശാനങ്ങളുടെ ഡാറ്റയും ശവസംസ്കാരങ്ങൾക്ക് ഉത്തരവാദികളായ ഷെഫ്ര കദീഷ സംഘടനകളുടെ രേഖകളും പരിശോധിച്ചാണ് ഈ കണക്ക് മുന്നോട്ട് വെച്ചത്. സാധാരണ സാഹചര്യങ്ങളിൽ ദിവസേന ഏകദേശം 150 മരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 21 ദിവസങ്ങളിൽ ഈ സംഖ്യ ഗണ്യമായി ഉയർന്നതായാണ് കണ്ടെത്തൽ. ശരാശരി ദിവസേന 61 പേർ അധികമായി മരിച്ചതായി കണക്കാക്കുമ്പോൾ ആകെ മരണസംഖ്യ 1281 ഉയരുന്നുവെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ദുരന്തങ്ങളിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി പ്രവർത്തിക്കുന്ന സാക്ക ടീമുകളുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കണക്കുകളും ഈ നിരീക്ഷണത്തെ ശക്തിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 700-ലധികം കേസുകളിൽ ഇവരുടെ ഇടപെടൽ ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, സാക്ക ടീമുകൾ സാധാരണയായി പരിക്കേറ്റവർക്കല്ല, മറിച്ച് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഇടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. അതിനാൽ ഔദ്യോഗിക കണക്കുകളിൽ കാണുന്നതിനേക്കാൾ ഉയർന്ന മരണസംഖ്യ ഉണ്ടായിരിക്കാമെന്ന സൂചനയാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. അതേസമയം ഏറ്റവും ഒടുവിലുണ്ടായ ചില ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മാർച്ച് 22, 2026 ഇസ്രായേലിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രത്തിന് സമീപമുള്ള പട്ടണങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ആരാട്ട് നഗരത്തിൽ 116 പേർക്കും ഡിമോണയിൽ 64 പേർക്കും പരിക്കേറ്റതായി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 180 പേർക്ക് പരിക്കേറ്റതായും ചിലരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡിമോണയ്ക്ക് പുറത്തായി ഏകദേശം 13 കിലോമീറ്റർ അകലെയുള്ള ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരിട്ട് കേടുപാടുകൾ സംഭവിച്ചതായി സ്ഥിരീകരണമില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സ്റ്റേറ്റ് TV മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തിൽ മരണസംഖ്യയെക്കുറിച്ചുള്ള വിവാദങ്ങളും തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങളും ചേർന്ന് ഈ സംഘർഷം കൂടുതൽ വ്യാപകവും സങ്കീർണവുമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്.